നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. പെഹൽഗാം ഭീകരാക്രമണത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകി. ഇന്ന് പുലർച്ചെ 1:44 ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് ദൗത്യം നടത്തിയത്. മുസാഫർബാദ്, ബെഹവൽപൂർ, കോട്ട്ലി, മുർഡിക് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം എന്നാണ് വിവരം. ലഷ്കർ എ തൈബയുടെ ആസ്ഥാനമാണ് മുർഡിക്. പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും സൈന്യം പറഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത്. എന്നാൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 10 ഇന്ത്യക്കാരായ പ്രദേശവാസികൾ മരിച്ചു. CRPF ജവാന്മാർ അടക്കം 38 പേർക്ക് പരിക്ക് പറ്റിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഗോവയിലെ ദബോളിം വിമാനത്താവളത്തിൽ വ്യാജ ടിക്കറ്റുമായി 29കാരൻ പിടിയിൽ. ഗോവയിലെ ദബോളിം വിമാനത്താവളത്തിൽ വ്യാജ എയർ ഇന്ത്യ, ഖത്തർ എയർവേസ് ടിക്കറ്റുകളുമായി സംഗോള സ്വദേശിയായ 29 വയസ്സുകാരനെ CISF സുരക്ഷാ പരിശോധനയ്ക്കിടെ പിടികൂടി. ടിക്കറ്റുകൾ എയർലൈൻ പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾ പിടിയിലായത്. ഒരു ട്രാവൽ ഏജന്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നും തനിക്കിത് വ്യാജ ടിക്കറ്റായിരുന്നെന്ന് അറിയില്ല എന്നും യുവാവ് അവകാശപ്പെട്ടു. യാത്രക്കാർക്ക് ടിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ എയർലൈൻ വെബ്സൈറ്റുകളിൽ PNR കോഡ് ഉപയോഗിച്ച് പരിശോധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് എയർ ഇന്ത്യ ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭൂജ്, ജാംനഗർ, ചണ്ഡിഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. അധികൃതരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുവരെ ഈ തീരുമാനം തുടരും. അമൃത്സറിലേക്കുള്ള 2 അന്താരാഷ്ട്ര വിമാനങ്ങൾ ദില്ലിയിലേക്ക് തിരിച്ചുവിട്ടു. ഈ അപ്രതീക്ഷിത സാഹചര്യം മൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതും കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണവുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഇന്ത്യ-പാക് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയത്. യാത്രക്കാർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി എയർ ഇന്ത്യയുടെ ഔദ്യോഗിക ചാനലുകളുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഗോവയിൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയുടെ വാർഷിക അവലോകനത്തിനിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രൊജക്ട് അപ്രൂവൽ ബോർഡ് 800-ലധികം അധ്യാപക ഒഴിവുകളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി തലങ്ങളിൽ യഥാക്രമം 306, 311, 231 ഒഴിവുകൾ നിലവിലുണ്ട്. 2025 ഡിസംബർ 31-നകം ഈ ഒഴിവുകൾ നികത്താൻ സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൽ 83% തസ്തികകളും ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ 92% തസ്തികകളും താൽക്കാലികമോ കരാർ അടിസ്ഥാനത്തിലോ ആണ്. 2025 ജൂൺ 30-നകം ഇവ സ്ഥിരപ്പെടുത്തണമെന്ന് PAB ആവശ്യപ്പെട്ടു. DIET-നെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഗോവയുടെ പുരോഗതി മന്ദഗതിയിലാണെന്നും PAB വിമർശിച്ചു. മുതലയുടെ ആക്രമണത്തിൽ 60കാരിക്ക് ഗുരുതര പരിക്ക്. നിനങ്കൽ ദൂദ്സാഗർ നദീതീരത്ത് ഇന്നലെ രാവിലെ ഏകദേശം 7 മണിയോടെ വസ്ത്രം കഴുകാൻ പോയ 60 വയസ്സുള്ള വിശ്രാന്തി ഗാവോങ്കർ എന്ന വനിതയെ മുതല ആക്രമിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിശ്രാന്തിയെ നാട്ടുകാർ മഡ്ഗാവിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കൃത്യസമയത്ത് നാട്ടുകാർ ഓടിയെത്തി മുതലയിൽ നിന്ന് അവരെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനാകില്ലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വനം ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ മേഖലയിലെ മുതലകളെ നിരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇത് കൂടുതൽ അപകടങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ്. ഗോവയിൽ 3550 കണ്ടൽക്കാട് സംരക്ഷണ കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് മന്ത്രി റാണെ. ഗോവയിൽ 3550 കണ്ടൽക്കാട് സംരക്ഷണ കേന്ദ്രങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് വനം മന്ത്രി വിശ്വജിത് റാണെ അറിയിച്ചു. ഇതിന്റെ പരിശോധനാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 480 സ്വകാര്യ വനങ്ങളുടെ സ്ഥിരീകരണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1997 സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ പ്രക്രിയ തീരദേശ പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യത്തിനും ഊന്നൽ നൽകുന്നു. കണ്ടൽക്കാടുകൾ കാലാവസ്ഥാ നിയന്ത്രണത്തിനും കാർബൺ സംഭരണത്തിനും നിർണായകമാണ്. 2022 15,000 മാംഗ്രോവ് തൈകൾ നട്ട റാണെ തീരദേശ മണ്ണൊലിപ്പ് തടയുന്നതിനും 70% ട്രോപ്പിക്കൽ മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും മാംഗ്രോവ് സംരക്ഷണം അനിവാര്യമാണെന്ന് പറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.